അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മള് സുബഹി നിസ്കാരത്തിന് പോവാട്ടോ. റമദാനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഓരോ പരിപാടികളാണ്. റൂം ഇതായി സുബഹിക്കുള്ള പോക്കാണ്, നിസ്കാരത്തിനുള്ള പോക്കാണ്. സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നിസ്കാരത്തിന്റെ സമയം 5:30-5:15 ആവും. അപ്പൊ നേരെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ പള്ളിക്ക് പോവാണ്. പള്ളി ഇവിടെ തൊട്ടടുത്ത് തന്നെ. സുബഹി നിസ്കാരത്തിന്റെ സമയം എന്താണ്, എല്ലാരും ഉറങ്ങുന്ന സമയമാണ്. അധികം ആളും പള്ളിക്ക് വരും. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഉറങ്ങി. പകല് സമയം ഉറക്കും, രാത്രിയാണ് പകല് റമദാൻ മാസത്തില്. പിന്നെ ഞാനിന്ന് ഉറങ്ങാൻ കുറച്ച് നേരം വൈകി. അപ്പോ നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് നേരെ വന്നിട്ട് കടന്നുറങ്ങാൻ വിചാരിച്ചു. അതായത് 4 മണിയൊക്കെ ആയപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങാൻ വെച്ച് നമ്മളെ ബുർജ് ജിദ്ദ, ഈ കാണുന്ന ബിൽഡിംഗ് ആട്ടോ ബുർജ് ജിദ്ദ. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ്. നമ്മളെ അടുത്ത് വെച്ചാൽ ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇവിടുന്ന്. കാണുമ്പോ അടുത്താണ്, 1-2 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിപ്പം വിഷൻ 2030 അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഏകദേശം കഴിയും. കാണാന് നല്ല രസമുള്ള ഒരു സെറ്റപ്പ് ആയിക്കാരം വർക്ക് കഴിയുമ്പം. ഇപ്പൊ കുറെ കാലമായി അതിന്റെ വർക്കൊക്കെ നിലച്ചിരിക്കേനി. ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള പള്ളി തന്നെ. നമ്മൾ ഭക്ഷണം കഴിക്കാനും ഈ പള്ളിക്ക് തന്നെ പോലെ എല്ലാ പരിപാടിയും ഈ പള്ളി ഇസ്ലാമിയ പള്ളി കേന്ദ്രീകരിച്ച. ഇനി നമ്മളെ സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മളെ റൂമിക്ക് നേരെ ഇത് തന്നെ പരിപാടി. എല്ലാവരും ഇപ്പം അതേ പരിപാടി. സുബഹി നിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തും. എല്ലാവരും നല്ല ഉറക്കം ഉറങ്ങി. രാവിലത്തെ സെറ്റപ്പ് ഉറക്കും ഒക്കെ കഴിഞ്ഞ് ഉച്ച ലുഹറിന് ശേഷമൊക്കെ ആളുകൾ ലുഹറിനും ഉണ്ടാവില്ല, അസറിനും ഉണ്ടാവില്ല. ഈ അസർ ആവാൻ നേരത്തെ എണീക്കും. കാരണം അസർ ലുഹർ കാണാവില്ല. ആ സമയത്ത് എണീറ്റ് അസർ നിസ്കരിച്ചു. ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ എണീച്ചാൽ മതി. ചിലപ്പോൾ നമുക്കൊക്കെ ഡ്യൂട്ടി ഉണ്ടാവില്ലേ, അപ്പം അതിനനുസരിച്ച് എണീക്കും. അങ്ങനെ നമ്മൾ പാണ്ടയിൽ സാധനം വാങ്ങാൻ പോകണ്ടേനി. അത് വാങ്ങി, അതൊക്കെ വാങ്ങി ഇങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുക. അപ്പം ഭയങ്കര ബ്ലോക്ക് ബാക്കിൽ റോട്ടുമിലും ആകെ ബ്ലോക്ക്. കുറേ പല സാധനങ്ങൾ വാങ്ങണ്ടേനി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ വീടിൻ്റെ ഉള്ളിലെത്തി. അപ്പം നമുക്ക് കൊടുത്തിട്ടോ. അപ്പം ഇവിടെ ഭയങ്കര കുക്കിങ് കാര്യങ്ങളൊക്കെ കളിക്കും. നമ്മൾ 2 ആൾക്കാരെ കളിക്കും. അങ്ങോട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ്ട് ഇറങ്ങി. അപ്പോൾ സാധനമൊക്കെ ഉള്ളിൽ കൊണ്ടേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുവരും. കുറച്ച് ഭക്ഷണം കിട്ടീനി. അത് നമുക്ക് നേരെ ഫ്രണ്ട്സിന് കൊണ്ടുകൊടുക്കണം. 4-5 ചോറുണ്ട്. നമ്മളെ ചങ്ങായിമാർക്ക് നമ്മളെ മേടം നിന്നാ കൊടുക്കാൻ. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുക. ഞങ്ങളൊക്കെ ചോറെടുത്താണ്ട് എനിക്ക് മാത്രം 2 ഞാനിങ്ങനെ നോക്കുള്ളൂ. അങ്ങനെ നമ്മളെ ഓൽക്കുള്ള ചോറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. ഭയങ്കര ചൂട്, വേർത്താണ്ട് ഒലിച്ച്. അതിൻ്റെ സമയത്ത് ഭക്ഷണത്തിന് ഇവിടെ ഒരു പഞ്ചം ഉണ്ടാവില്ല. നമ്മളേതായാലും നമ്മൾ പഴയ കാര്യങ്ങളൊന്നും മറക്കാത്തതുകൊണ്ട് നമ്മൾ പള്ളിക്ക് തന്നെ വരും. ഭക്ഷണം കിട്ടിയാലും ഇനി ഇവിടുന്ന് കഴിച്ചില്ലെങ്കിലും ഒരു തമ്പ്രയെങ്കിലും കഴിച്ച് ഇവിടെ നമ്മളെ ഇത് പുതുക്കും. നമ്മളെ നോമ്പ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ഭക്ഷണം തന്ന എല്ലാവർക്കും ശുക്റും അള്ളാഹ് അനുഗ്രഹവും ഹൈറും ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ. കാരണം ഉണ്ടായിട്ട് കൊടുക്കുന്ന ആളുകളൊന്നും അല്ല ഈ കാര്യം. ഇല്ലാത്ത ആളുകളും പാവങ്ങളും ഒരുപാട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണം. പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നാട്ടിലായാലും നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീരട്ടെ. റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ആഗ്രഹവും സഫലീകരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമ.